നമസ്കാരം. VSGS അക്കൗണ്ടിംഗ് സിംപ്ലിഫൈഡിൻ്റെ 31ാമത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സായ GDP, പെർ ക്യാപിറ്റ ഇൻകം ആൻഡ് നാഷണൽ ഇൻകം എന്നിവയെക്കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊരു അറിവും ഈ പറഞ്ഞ പോലെ ചെറുതല്ല എന്നും ഈ അറിവ് നേടുന്നതിൻ്റെ പ്രാധാന്യം പുരാണങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അറിവ് നേടാതിരിക്കുന്ന ഈ പറയുന്ന പോലത്തെ ബുദ്ധി മരവിക്കുന്നതിന് തുല്യം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഇൻഫർമേഷൻസ് മാക്സിമം പേരിൽ എത്തിക്കാനുള്ള ശ്രമം വേണം എന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടി ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ്. അപ്പോൾ ആദ്യം ഈ പറഞ്ഞ പോലെ സൂചന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൂചിക GDP, ഗ്രോസ് ഡൊമസ്റ്റിക് ഇൻകം എന്താണ് എന്ന് പറഞ്ഞു പോകാം. മലയാളം പറയുകയാണെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം, മൊത്തം എന്ന് പറഞ്ഞാൽ ഗ്രോസ്, ആഭ്യന്തരം ഡൊമസ്റ്റിക്, ഉൽപ്പാദനം പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ആകെ തുകയെയാണ് നമുക്ക് GDP എന്നുകൊണ്ട് വിശേഷിപ്പിക്കാവുന്നത്. അപ്പോൾ രാജ്യത്ത് നമുക്കറിയാം, മണി സപ്ലൈ നടക്കണമെങ്കിൽ പ്രൊഡക്ഷൻ നടക്കണം. പ്രൊഡക്ഷൻ നടന്നാൽ മാത്രമേ കൺസംഷൻ ഉണ്ടാവുകയുള്ളൂ. കൺസംഷൻ വരുമ്പോഴാണ് സർക്കുലേഷൻ ഓഫ് മണി സാധ്യമാകുന്നത്. സർക്കുലേഷൻ ഓഫ് മണി വരുമ്പോഴേക്കും ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് വഴി രാജ്യം പുരോഗതി പ്രാപിക്കും. അപ്പോൾ ഇങ്ങനെ ഡെവലപ്മെൻറ്റിൻ്റെ സൂചിക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻഡിക്കേറ്ററായിട്ട് ആദ്യം പറയുന്ന അല്ലെങ്കിൽ ആദ്യം നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ശരി, അപ്പോൾ രാജ്യത്തിൻ്റെ ഈ പറഞ്ഞ പോലെ വികസനം മാത്രമല്ല, രാജ്യങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ തമ്മിലോ ഉള്ള ഒരു കമ്പാരിസണും ഈ പറയുന്നത് പോലെ GDP മനസ്സിലാക്കുന്നത് വഴി നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ GDPയുടെ കാലോചിതമായിട്ടുള്ള വർധനവ് സമ്പദ് വ്യവസ്ഥ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയായിട്ടും കണക്കാക്കാം. ഇപ്പോൾ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു റീജിയൻ്റെ അതല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ പുരോഗതിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സൂചികയാണ് ആദ്യത്തെ GDP. അപ്പോൾ ഇത് കണക്കാക്കാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് കാൽക്കുലേറ്റഡ് ആസ് ദ സം ഓഫ് കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ് സ്പെൻഡിങ് ആൻഡ് നെറ്റ് എക്സ്പോർട്ട്സ് എന്നാണ്. അതായത് GDP ഈസ് ഈക്വൽ ടു C പ്ലസ് I പ്ലസ് G പ്ലസ് എക്സ് മൈനസ് എം. എക്സ് മൈനസ് എം എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിൽ നിന്ന് ഇമ്പോർട്ട് കുറച്ചിട്ട് നെറ്റായിട്ടുള്ള എക്സ്പോർട്ട് എടുത്തിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ C എന്ന് പറയുമ്പോൾ കൺസംഷൻ വഴി ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, അപ്പോൾ C പ്ലസ് അത് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് ആഡ് ചെയ്യുക. പിന്നെ നെറ്റ് എക്സ്പോർട്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GDP കിട്ടും. അപ്പോൾ എങ്ങനെയാണ് GDP കാൽക്കുലേഷൻ എന്നാണ് പറഞ്ഞു വന്നത്. നമ്മുടെ 2025 കണക്കാക്കിയ പ്രകാരം ഏറ്റവും കൂടുതൽ GDP ഉള്ള രാജ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമേരിക്ക തന്നെയാണ്. വിത്ത് എ GDP ഓഫ് ഓവർ 30.34 ട്രില്യൺ പൗണ്ടാണ് അമേരിക്കയുടെ GDP ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത് 2025. ഒരു ട്രില്യൺ തന്നെ 10⁻12 അപ്പോൾ എത്രമാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കാം. സ്റ്റേറ്റിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ GDP ഉള്ള സ്റ്റേറ്റ്. രണ്ടാമത്തെ ഈ പറഞ്ഞ പോലെ സൂചിക അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ PCI അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം, അതുമല്ലെങ്കിൽ
പ്രതിശീർഷ വരുമാനം. പ്രതിശീർഷ എന്ന് തന്നെ ആ പദത്തിൽ നിന്ന് തന്നെ അറിയാം, ആൾ ഓഹരി വരുമാനം എന്നും ഇത് പറയാം. അപ്പോൾ ഇത് മറ്റൊരു ഇൻഡിക്കേറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഒരു പ്രത്യേക പീരീഡിൽ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു രാജ്യത്തെ അഥവാ ഒരു റീജിയൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയയുടെ വ്യക്തിഗത ആവറേജ് ഇൻകമാണ് ഇത്. അതുകൊണ്ട് ഇതിന് ആവറേജ് ഇൻകം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടോട്ടൽ ഇൻകത്തെ ആ ഏരിയയിലെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ പറഞ്ഞ പോലെ PCI അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം കിട്ടും. ഇനി എന്താണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് ഒരു ഡെഫിനിഷനിലേക്ക് പോവുകയാണെങ്കിൽ, പെർ ക്യാപിറ്റ ഇൻകം ഈസ് എ കീ ഇക്കണോമിക് ഇൻഡിക്കേറ്റർ യൂസ്ഡ് ടു അസസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് വിത്തിൻ എ പർട്ടിക്കുലർ ഏരിയ എന്ന് പറയാം, PCI. അപ്പോൾ ഇതെല്ലാം ഏകദേശം പൂരകങ്ങളാണെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞത് മൊത്തത്തിൽ നോക്കുമ്പോഴും ഇവിടെ ആളോഹരി, അതായത് വ്യക്തിപരമായിട്ട് നോക്കുന്നതുമാണ് PCI. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെ കാഴ്ചവെച്ചാൽ ടോട്ടൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ആണ് ഫോർമുല. ഒരു റീജിയനിലെ പോപ്പുലേഷൻ്റെ ഇക്കണോമിക് വെൽബീയിങ് മനസ്സിലാക്കുവാൻ ഇക്കണോമിസ്റ്റിന് സാധിക്കും. അതുപോലെ തന്നെ പോളിസി മേക്കേഴ്സിനും ഇത് സഹായകമാകും. ഹയർ പെർ ക്യാപിറ്റ ഇൻകം എന്താണ് കാണിക്കുന്നത് വെച്ചാൽ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്. അങ്ങനെ പെർ ക്യാപിറ്റ ഇൻകം കൂടിക്കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വരും, അതുപോലെ ഹെൽത്ത് കെയർ മെച്ചപ്പെടും, അതർ എസെൻഷ്യൽ അമ്യൂണിറ്റീസിലേക്ക് നയിക്കും. അങ്ങനെ ആൾക്കാരുടെ ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെച്ചപ്പെടും. ഇനി അഥവാ പെർ ക്യാപിറ്റ ഇൻകം കുറഞ്ഞ റീജിയൺസ് ആണെങ്കിൽ അവിടെ അതിനെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്, ആ റീജിയൻ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോളിസി മേക്കേഴ്സിന് പുതിയ വ്യവസായങ്ങൾ കൊണ്ടുവരാനും സാധിക്കും. ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ കേരളം താരതമ്യേന പെർ ക്യാപിറ്റ ഇൻകത്തിൽ റിച്ച് സ്റ്റേറ്റായിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെ മറ്റു സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് പെർ ക്യാപിറ്റ ഇൻകം ഹൈ ആണ്. എന്നാൽ ചില ചലഞ്ചസ്, അതായത് പബ്ലിക് ഫൈനാൻസിലും റവന്യൂ ഡെഫിസിറ്റിലും ഒക്കെ ഉള്ള കുറച്ച് പ്രശ്നങ്ങൾ നേരിടുന്നത് കൊണ്ട് ഈ പറയുന്ന പോലെ നമ്മുടെ സ്റ്റേറ്റിന് ഒരു ഭീഷണിയായി മാറിയിട്ടുണ്ട്. ഈ 15ാം ഫിനാൻസ് കമ്മീഷൻ്റെ കണക്ക് പ്രകാരം പെർ ക്യാപിറ്റ ഇൻകം കേരളത്തിന് 4th പൊസിഷനാണ് ഉള്ളത്. മഹാരാഷ്ട്ര, ഗോവ, സിക്കിമാണ് ആദ്യത്തെ 3 പൊസിഷനിലുള്ള സ്റ്റേറ്റുകൾ. അപ്പോൾ കേരളത്തിന് 4ാം സ്ഥാനമാണ് പെർ ക്യാപിറ്റ ഇൻകത്തിൽ 15ാം ഫിനാൻസ് കമ്മീഷൻ്റെ കണക്ക് പ്രകാരം ഉള്ളത്. അപ്പോൾ ഇങ്ങനെ GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, PCI അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം, ഇത് രണ്ടും രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ അതുമല്ലെങ്കിൽ റീജിയൻ്റെ ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സാണ്. ഈ മൂന്നാമതായി ഞാൻ പറയുന്നത് നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം. അതിൽ നിന്ന് തന്നെ പറയാം, ഓരോ പേരിൽ നിന്ന് തന്നെ അറിയാം. ദേശീയം എന്ന് പറയുമ്പോൾ മൊത്തം ഒരു രാജ്യത്തെ മുഴുവൻ, അതായത് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ആകെ തുകയാണ് ഈ പറഞ്ഞ പോലെ നാഷണൽ ഇൻകം. ഇതിന് പ്രത്യേക ബോർഡർ ഇല്ല. എന്ന് വെച്ചാൽ ഒരു രാജ്യത്തെ റെസിഡൻസ്, അതായത് ഇവിടെ ജനിച്ച് വളർന്ന ആൾക്കാർ ഒരു പ്രത്യേക പീരീഡിൽ എബ്രോഡിൽ പോയിട്ട് അവിടെ ഉൽപ്പാദിപ്പിച്ചിട്ട് ഇൻകം ഇവിടേക്ക് വന്നാലും അത് നാഷണൽ ഇൻകത്തിൽ ഉൾപ്പെടും. ഈ ഇൻകവും ഒരു ഇൻഡിക്കേറ്ററാണ് നാഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഹെൽത്തിന് ഒരു ഇൻഡിക്കേറ്ററാണ്. അതുപോലെ തന്നെ നമ്മുടെ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ, അതുപോലെ നാഷണൽ വെൽഫെയർ മാക്സിമൈസ് ചെയ്യാനും ഇത് അല്ലെങ്കിൽ നാഷണൽ ഇൻകം ഉപകരിക്കും. മറ്റുള്ള പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഇവാലുവേറ്റിംഗ് ദ ഹെൽത്ത് ഓഫ് ദി ഇക്കോണമി ബൈ കാൽക്കുലേറ്റിംഗ്
ദ പ്രൊഡക്ഷൻ ലെവൽസ്. പ്രൊഡക്ഷൻ ലെവലിനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ ഇക്കോണമി ഇപ്പോൾ എവിടെ നിൽക്കുന്നു, ഹെൽത്ത് എങ്ങനെയാണ് എന്ന് നോക്കാൻ ഇത് സഹായിക്കും. എസ്റ്റിമേറ്റിംഗ് ദ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ കപ്പാസിറ്റി ഓഫ് ദി ഇക്കോണമി. നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ലെവൽ, ഇൻഡസ്ട്രി ലെവൽ, ഇൻഡസ്ട്രിയുടെ ലെവൽ, അതുപോലെ അതുവഴിയുള്ള വികസനം, അതുവഴി ഉണ്ടാകുന്ന എംപ്ലോയ്മെൻറ്റ് എത്ര എന്ന് നോക്കാൻ കഴിയും. അതുപോലെ എസ്റ്റിമേറ്റിംഗ് ദ ലോങ് ടേം ഗ്രോത്ത്. അണ്ടർസ്റ്റാൻഡിങ് ഹൗ ഇക്കണോമിക് പോളിസി ഷുഡ് ബി ആൾട്ടേർഡ് ടു ഇംപ്രൂവ് ദ ഇക്കണോമിക് സ്റ്റേറ്റ് ഓഫ് ദി കൺട്രി. നമ്മൾ സാധാരണ നടപ്പാക്കിയിട്ടുള്ള പോളിസികൾ മതിയോ, ഇനി എന്തെങ്കിലും ഓൾട്ടർ ചെയ്തിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണോ, ഇതെല്ലാം നോക്കാനായിട്ട് ഈ പറയുന്ന പോലെ നാഷണൽ ഇൻകം സഹായിക്കും. GDPയും ഈ പറയുന്ന പോലെ നാഷണൽ ഇൻകവും തമ്മിലുള്ളൊരു വ്യത്യാസം, GDP കൊണ്ട് ഉദ്ദേശിച്ചത് ഡൊമസ്റ്റിക്കാണ്, അതായത് രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൻ്റെ ആകെ വാർഷിക മൂല്യമാണ് GDP. എന്നാൽ ഒരു രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാത്തിൻ്റെയും മൊത്തം ഡോളർ മൂല്യവും അതിലെ താമസക്കാർക്ക് സ്വദേശത്തോ വിദേശത്തോ ലഭിക്കുന്ന വരുമാനവും ആണ് GNI കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ ഇൻകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ GNI എങ്ങനെ കാണാം എന്ന് നോക്കാം. GDPയുടെ കൂടെ, അതായത് GDP പ്ലസ് ജീവനക്കാരുടെ നഷ്ടപരിഹാരവും എന്ന് പറഞ്ഞാൽ ജീവനക്കാരുടെ നഷ്ടപരിഹാരം ഉദ്ദേശിക്കുന്ന സാലറിയൊക്കെയാണ്. അതിൻ്റെ കൂടെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട സ്വത്ത് വരുമാനം എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് ജോലി ചെയ്തിട്ട് ഇവിടേക്ക് വരുന്ന വരുമാനം, ഈ രണ്ടെണ്ണവും ആഡ് ചെയ്തിട്ട്, അതായത് GDPയുടെ കൂടെ ജീവനക്കാരുടെ നഷ്ടപരിഹാരം, ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട സ്വത്ത് വരുമാനവും ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ജീവനക്കാരുടെ നഷ്ടപരിഹാരവും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് നൽകേണ്ട, എന്ന് പറഞ്ഞാൽ ഇവിടെ ജോലി ചെയ്തിട്ട് മറ്റുള്ള രാജ്യത്ത് പൈസ പോവുകയാണെങ്കിൽ അത് കുറച്ചാൽ നാഷണൽ ഇൻകം കിട്ടും എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടെ നോക്കാം. GNI ഈസ് ഈക്വൽ ടു GDP പ്ലസ് compensation of employees and property income receivable from the rest of the world minus compensation of employees and property income payable to the rest of the world. ഇതാണ് ഈ പറഞ്ഞ പോലെ GNI അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ ഇൻകം കാണുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാലുള്ള ഉത്തരം. ഇപ്പോൾ GDPയും നാഷണൽ ഇൻകവും ഏകദേശം ഒന്നുപോലെയാണെങ്കിലും GDPയോട് കൂടെ മറ്റു കുറച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻകവും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഗ്രോസ് നാഷണൽ ഇൻകം കിട്ടുന്നത്. പിന്നെ ഈ നമ്മുടെ രാജ്യത്ത് ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് രണ്ട് രീതി ഉപയോഗിക്കാറുണ്ട്. ഒന്ന് ഇൻകം മെത്തേഡ്. ഈ ഇൻകം മെത്തേഡിൽ സംസ് അപ്പ്, അതായത് ആഡ് ചെയ്യുക ഓൾ ഇൻകംസ് ഏൺഡ് ബൈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ലേബർ, ലാൻഡ്, ക്യാപിറ്റൽ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ഓർ ദ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അതല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് വഴി ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ വിച്ച് ആഡ്സ് അപ്പ് ഓൾ സ്പെൻഡിങ് ഇൻ ദി ഇക്കോണമിയാണ്. ഇക്കോണമിയിലുള്ള എല്ലാ എക്സ്പെൻഡിച്ചറും ആഡ് ചെയ്ത് ഈ പറഞ്ഞ പോലെ നാഷണൽ ഇൻകം കാണാൻ കഴിയും. അങ്ങനെ രണ്ട് മെത്തേഡ്, ഇൻകം മെത്തേഡും എക്സ്പെൻഡിച്ചർ മെത്തേഡും. ഈ നാഷണൽ ഇൻകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലക്സംബർഗ് എന്ന് പറയുന്ന രാജ്യമാണ് കോൺസ്റ്റൻ്റ്ലി റാങ്ക്സ് among the top countries with the highest national income, followed by countries like സിംഗപ്പൂർ ആൻഡ് അയർലൻഡ്. ഒന്നാം സ്ഥാനത്ത് ലക്സംബർഗും LUXEMBOURG എന്ന് പറയുന്ന രാജ്യവും, രണ്ടാം സ്ഥാനത്ത് സിംഗപ്പൂർ, മൂന്നാം സ്ഥാനത്ത് അയർലൻഡുമാണ്.